അപ്പോൾ ആദ്യമായിട്ട് ചേലക്കരയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഞങ്ങൾക്ക് പിന്തുണ നൽകി വെറും 13 ദിവസം മാത്രം ഒരു സംഘടന അല്ല അതുതന്നെ ഒരു സോഷ്യൽ സംഘടന രൂപീകരിച്ചിട്ട് 13ാമത്തെ ദിവസം തെരഞ്ഞെടുപ്പ് കളരിയിലേക്ക് ഇറങ്ങിയ ഞങ്ങൾക്ക് വലിയ ജനകീയ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. 3920 വോട്ട് ചേലക്കരയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്നത് കഴിഞ്ഞ 2.5-3 മാസമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ്. ഈ ഗവൺമെന്റിന്റെ പല ചെയ്തികളും ബഹുജന സമക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ 2.5 മാസത്തിനിടക്ക് എനിക്ക് സാധിച്ചു. ഞങ്ങൾ ഉയർത്തിയ ആശയങ്ങളോട് ഞങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ 3 സ്ഥലങ്ങളിലും ചേലക്കരയിലും പാലക്കാടും അതുപോലെ തന്നെ വയനാട്ടിലും പ്രതിഫലിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ചേലക്കരയിലെ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് DMK-യുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ചില ചർച്ചകളൊക്കെ ഞാൻ കണ്ടു. ഞങ്ങൾ പിടിച്ച വോട്ട് 4000 വോട്ട് മതിയായില്ല എന്ന നിലക്ക്. അപ്പോൾ എനിക്കതിൽ പറയാനുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ പരിശോധിച്ചാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചാൽ ഈ 3920 വോട്ട് പിടിക്കാൻ ശേഷിയുള്ള എത്ര പാർട്ടികളുണ്ട് എന്ന് ഇപ്പോൾ ഈ വിമർശിക്കുന്നവർ ആലോചിക്കേണ്ടതുണ്ട്. ഒന്ന് CPM, ഒന്ന് കോൺഗ്രസ്, ഒന്ന് BJP. ഈ 3 രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞാൽ ഈ 140 മണ്ഡലത്തിൽ ഈ പറയുന്ന വോട്ട് പിടിക്കാൻ ശേഷിയുള്ളവർ എത്ര പേരുണ്ട്? നമുക്ക് ഓരോന്നും ചെറുതായിട്ട് പരിശോധിക്കാം. CPI തന്നെ നമുക്ക് ആദ്യം എടുക്കാം ഒരു ഉദാഹരണമായിട്ട്. CPI ഈ 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു 20 മണ്ഡലത്തിലപ്പുറം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ 1000-ത്തിനപ്പുറം വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ 2000 വോട്ട് കിട്ടുമോ എന്ന് കേരള ജനതക്കറിയാം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് 2011 ഇവിടെ ഏറനാട് ഞാൻ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ അന്ന് LDF സ്ഥാനാർത്ഥിയായിട്ടാണ് CPIയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ഒരു വിഭാഗം CPMമാരും അവരെ കൂടെ ഉണ്ട്. എന്നിട്ട് അവർക്ക് കിട്ടിയ വോട്ട് 2400 വോട്ടാണ്. ഇവിടെ കേരള കോൺഗ്രസ് മാണി ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ എത്ര സീറ്റിൽ ഈ 3900 വോട്ട് കിട്ടും? ഒരു 10 സീറ്റിൽ അല്ലെങ്കിൽ ഒരു 15 സീറ്റിൽ. അതിൻ്റെ അപ്പുറം ഉണ്ടാവില്ലല്ലോ. മുസ്ലിം ലീഗ് കേരളത്തിലെ 4ാമത്തെ വലിയ പാർട്ടിയെന്ന് പറയാം. ഒരു 10, 30, 40 സീറ്റിൽ അവർക്ക് നല്ല വോട്ട് കിട്ടിയേക്കാം. അതിനപ്പുറമുള്ള ഒരു 100 സീറ്റ് പരിഗണിച്ചാൽ ഈ വോട്ട് കിട്ടുന്ന എത്ര മണ്ഡലങ്ങൾ ലീഗിനുണ്ടാവും? അങ്ങനെ കേരളത്തിൻ്റെ ഓരോന്നും പരിശോധിച്ചാൽ ഇപ്പോൾ LDFിലായാലും UDFിലായാലും ഘടകകക്ഷികളെ പരിശോധിച്ചാൽ എത്ര വോട്ടാണ് അവർക്കുള്ളത്? അവർ 2-3 മണ്ഡലത്തിൽ, അതിലപ്പുറമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 10-13 ദിവസം മാത്രമായ ഒരു സോഷ്യൽ സംഘടന, ഞങ്ങൾക്ക് നിയോജക മണ്ഡലം കമ്മിറ്റിയില്ല, പഞ്ചായത്ത് കമ്മിറ്റിയില്ല, ബൂത്തുകളില്ല, ബൂത്തിൽ പ്രവർത്തിക്കാൻ ആളില്ല. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ജനങ്ങൾ ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നറിയാൻ തന്നെയാണ് ഞങ്ങൾ നടത്തിയ പോരാട്ടം. ആ പോരാട്ടത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടിയതാണ്. ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ചേലക്കര. നിങ്ങൾക്കറിയാം, ഇത് മലപ്പുറത്തോ കോഴിക്കോടോ കണ്ണൂരോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ചിത്രം വേറെയാകുമായിരുന്നു. കൃത്യമായ രാഷ്ട്രീയ ആശയത്തിന് മാത്രം കിട്ടിയ വോട്ടുകളാണ് ചേലക്കരയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞങ്ങളെ പാർട്ടിയെക്കുറിച്ച് വലിയ എന്താ പറയുക വിമർശനം നടത്തുന്നവരൊക്കെ പറയുന്നത് PC ജോർജ് പാർട്ടി ഉണ്ടാക്കിയിട്ട് എന്തായി എന്നാണ് ചോദ്യം. എനിക്ക് അവരോട് പറയാനുള്ള മറുപടി 2015 അരുവിക്കര തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ പറയുന്ന PC ജോർജിൻ്റെ പാർട്ടി ഒരു മുന്നണിയായി ആൻറ്റി കറപ്ഷൻ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 90ഓളം ജാതി മത സംഘടനകളെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് അന്ന് അദ്ദേഹം അവിടെ മത്സരത്തെ നേരിട്ടത്. സ്ഥാനാർത്ഥി ആരാക്കണമെന്ന് നോക്കാൻ വേണ്ടി റഫറൻഡം നടത്തിയാലന്ന് 4000 ആളുകൾ പങ്കെടുത്തു എന്നാണ്. പക്ഷെ വോട്ട് എണ്ണിയപ്പോൾ എത്രയല്ലത്? 1296 വോട്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു രാഷ്ട്രീയ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ചേലക്കരയിൽ തന്നെ ഞങ്ങൾ പരിശോധിക്കൂ, 39,600 വോട്ടുണ്ടായിരുന്നു സഖാവ് രാധാകൃഷ്ണന്. എങ്ങനെ ഈ 12,000-ലേക്ക് കുറഞ്ഞത്? 44,000 വോട്ടുണ്ടായിരുന്ന
കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് 52,000 വോട്ടായിട്ട് അവിടെ ഉയർന്നു. ഏകദേശം 8,000 വോട്ട് CPM നിന്ന് ആര് പിടിച്ചു? ഈ പറയുന്ന UDF-ൻ്റെ സ്ഥാനാർത്ഥി പിടിച്ചു. BJPക്ക് ഏകദേശം 9,000 ചില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചിട്ടുണ്ട് അവിടെ. അതായത് കഴിഞ്ഞ പ്രാവശ്യം 24,045 വോട്ടാണ് BJPയുടെ സ്ഥാനാർത്ഥിക്ക് 2021 നിയമസഭയിലുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 33,604 എന്ന് പറഞ്ഞാൽ 9,564 വോട്ടിൻ്റെ വർധനവ് BJPക്ക് ഉണ്ടായി. ഇത് എന്ത് വോട്ടാണ്? ഇത് BJPയോടുള്ള മമതയോടുള്ള വോട്ടല്ല. ഇത് ഈ ഗവൺമെന്റിനെതിരെ, പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ്. ആ വോട്ട് തന്നെയാണ് 8,000 വോട്ട് കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥിക്ക് വർദ്ധിച്ചിട്ടുള്ളത്. ആ വോട്ടിൽ തന്നെയാണ് ഒരു വലിയ വിഭാഗം 3,920 വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആന്റി പിണറായിസം ചേലക്കരയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അതിൽ വലിയ വോട്ടുകൾ മൂന്നായിട്ട് മാറി. ഒരു പെർസെൻറ്റേജ് ഞങ്ങൾക്ക് വന്നു, ഒരു പെർസെൻറ്റേജ് UDF-ലേക്ക് പോയി, ഒരു പെർസെൻറ്റേജ് BJP-യിലേക്ക് പോയി. അപ്പോൾ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ ചിത്രം. അതുപോലെ തന്നെ നിങ്ങൾ പാലക്കാട് പരിശോധിക്കൂ. ഞങ്ങൾ പിന്തുണ നൽകിയിട്ടുള്ള പാലക്കാട് അപ്രതീക്ഷിതമായിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയത് ഒരു 4,000 വോട്ട് DMK-ക്ക് പാലക്കാട് ഉണ്ടല്ലോ. എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണല്ലോ. ആ വോട്ട് മുഴുവൻ അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് 17,000 18,000 വോട്ടിലേക്ക് അവിടെ ഉയരാൻ സാധ്യത. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഈ വയനാട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഫൈനലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാവുക നിലമ്പൂരും വണ്ടൂരും ഏറനാടുമാണ്. ഇത് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കണക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഞങ്ങൾ ഇടപെട്ടെടുത്തെല്ലാം ആന്റി പിണറായിസം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായി 140 മണ്ഡലങ്ങളിലും കമ്മിറ്റികളുണ്ടാക്കി, നിയോജകമണ്ഡലം കമ്മിറ്റികൾ, പഞ്ചായത്ത് കമ്മിറ്റി, വാർഡ് തല കമ്മിറ്റികൾ, ഒരു വർഷം കൊണ്ട് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം ഞങ്ങൾ രാഷ്ട്രീയമായി നടത്തും. അതിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഊർജമാണ് ഇപ്പോൾ ഈ DMK-യുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. അതെ, നമ്മൾ ഈ വോട്ട് വരുന്ന ഏകദേശം 80% CPM-ൽ നിന്നും ഇടതുപക്ഷത്തു നിന്നുമാണ്. 80% ഓഫ് വോട്ടേഴ്സ് സപ്പോർട്ടിങ് DMK ഫ്രം LDF. അതിനൊരു തർക്കമില്ല. അത് ആന്റി പിണറായിസം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പിണറായിസത്തെ ഇനിയും ആ സംവിധാനത്തെ തുടരാനാണ് CPM ഉദ്ദേശിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയെ ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാന്യമായിട്ട്, ഇപ്പോൾ യെച്ചൂരിയുടെ ഒരു പോസ്റ്റ് ഒഴിവുണ്ടല്ലോ, പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി, അത്തരം ഒരു സ്ഥാനത്തേക്ക് മാന്യമായി അദ്ദേഹത്തെ മാറ്റിയിട്ട് കേരളത്തിലെ CPM ഇന്നത്തെ ഭരണ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ച് മറ്റൊരു പശ്ചിമ ബംഗാളായിരിക്കും എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ആ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് പറഞ്ഞിരുന്നത് വാസ്തവമാണ്. അതിനുശേഷം കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് സംസാരിച്ചല്ലോ. അതിനുശേഷം അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും പറഞ്ഞു തീർത്തു. വളരെ ശുഷ്കാന്തിയോട് കൂടിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയാണല്ലോ കോൺഗ്രസ് അതിശക്തമായി പ്രവർത്തിച്ചത്. അതിൻ്റെ കൂടെ റിസൾട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വസ്തുതകളാണ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. നമ്മൾ വെറുതെ പറയല്ലേ ഏത് പഞ്ചായത്തിലാണ് പ്രശ്നം, എവിടെയാണ് കോൺഗ്രസിൻ്റെ ഇന്റേണൽ പ്രോബ്ലംസ് എന്നുള്ളത് നമ്മളുടെ അറിവുകൾ നമ്മൾ നേതാക്കന്മാരുമായിട്ട് കൺവേ ചെയ്തിരുന്നു. അവരതിൽ ഇടപെട്ടു, അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടായി. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിലെ പൊതുസമൂഹം എടുത്ത നിലപാട് ആന്റി ഫാസിസമാണ്, ആന്റി RSS ആണ്, ആന്റി വർഗീയതയാണ്. അതുകൊണ്ട് തന്നെയാണ് വേറെ ഒരു കാര്യം ആലോചിക്കാതെ അവിടെ ആ രീതിയിൽ വോട്ടുകൾ വന്നത്. അവസാനമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുമിച്ച് കോൺഗ്രസിലേക്ക് BJP-യിലേക്ക് പോകുന്നു എന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊന്നും ഒരു അടിസ്ഥാനപരമായിരുന്നില്ല എന്ന് ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കല്ലേ. DMK പ്രവർത്തകർ അവസാന ഘട്ടത്തിൽ വളരെ സജീവമായിട്ട് മിൻഹാജ് അടക്കം നിങ്ങൾക്കറിയാം പല ബൂത്തുകളിലും ഭക്ഷണം വരെ എത്തിച്ചു കൊടുത്തത് DMK-യുടെ പ്രവർത്തകർ നമ്മുടെ സ്ഥാനാർത്ഥിയായിരുന്ന മിൻഹാജിന്റെ നേതൃത്വത്തിൽ. നിങ്ങൾ പലരും അത് റിപ്പോർട്ട് ചെയ്താണല്ലോ.
നമ്മൾ 5000 വോട്ട് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു നമ്മൾ പോരുന്നത്. ഒരു 5000 പിടിക്കണം. അത് 3920 നിന്നും 1000 വോട്ടിന്റെ കുറവ് വന്നു. അത് സത്യത്തിൽ 16 വോട്ട് നമുക്ക് കിട്ടുമായിരുന്നു. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരാഴ്ച നീണ്ടപ്പോൾ പാലക്കാട് ഉണ്ടായിരുന്ന മുഴുവൻ നേതാക്കളും UDFന്റെയും LDFന്റെയും നേതാക്കൾ, പ്രത്യേകിച്ച് LDFന്റെ നേതാക്കന്മാർ ഒരാഴ്ചയിലധികം ഈ പറയുന്ന ചേലക്കരയിൽ വന്നിട്ട് ഞങ്ങളെ ഡിഫെൻഡ് ചെയ്യാനാണ് നോക്കിയത്. ഓരോ വീടുകളും കയറി ഇറങ്ങി ആ വോട്ടുകൾ തടുക്കാനുള്ള വലിയ ശ്രമം നടത്താൻ LDFന് സാധിച്ചു, ഇലക്ഷൻ നീണ്ടതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു 7000 വോട്ടിലേക്ക് ഞങ്ങൾ എത്തുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അല്ല, നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉയർത്തിയ ആന്റി പിണറായിസം, ആന്റി ഫാസിസം, ഈ 2-3-4 വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ. ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഈ ഒരു വർഷക്കാലത്തിനൊക്കെ പാർട്ടി എത്രത്തോളം ശക്തിപ്പെടുത്താൻ സാധിക്കുമോ ആ ഒരു സമയത്തുള്ള രാഷ്ട്രീയ സാഹചര്യം ആലോചിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ആന്റി നെക്സസ് പൊളിറ്റിക്സുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പൊതുവായിട്ട് തീരുമാനമെടുത്തിട്ടുള്ളത്. 140 ജില്ലയിലും വളരെ സജീവമായിട്ടുണ്ടാവും. അതിൻ്റെ പ്രചോദനമാണല്ലോ ഈ 4000 വോട്ടെന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾക്കറിയാം, LDFന് 98 MLA-മാർ, അതിൽ 10-21 മന്ത്രിമാർ, 10-20 8-10 MP-മാർ. കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള 10-40 MLA-മാർ, 10-20 MP-മാർ, BJPയെ സംബന്ധിച്ച് വലിയ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഇവരെല്ലാം കൂടെ ചവിട്ടി മരിച്ച ഒരു ഇഞ്ച് നീങ്ങാൻ ഗ്യാപ്പില്ലാത്ത മണ്ഡലത്തിൽ നിന്നാണ് ഈ 3920 വോട്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ രാഷ്ട്രീയമല്ലല്ലോ. നിങ്ങൾ 2000 മുമ്പുള്ള തെരഞ്ഞെടുപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ കുറേ പാർട്ടികളുണ്ടായിരുന്നല്ലോ. അവരൊക്കെ സിംഗിളായിട്ട് മത്സരിക്കുമ്പോൾ അറിയാം 100 വോട്ട് കിട്ടാൻ ഒരു മണ്ഡലത്തിൽ കിട്ടാൻ ഗതിയില്ലാത്ത ഘടകകക്ഷികൾ കോൺഗ്രസിന്റെ കൂടെയുണ്ട്, ഈ പറയുന്ന LDFിലുണ്ട്. 100 വോട്ട് ഒരു മണ്ഡലത്തിൽ കിട്ടാത്തവരാണ് മഹാഭൂരിപക്ഷം. 500 വോട്ട് രേക്കാൻ കഴിയില്ല. അവിടെയാണ് ഒരു കൊട്ടൻ പാറപ്പുറത്ത് CPMന്റെ ഉരുക്ക് കോട്ടയിൽ 40,000 വോട്ട് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ ഈ രീതിയിൽ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചുവെങ്കിൽ അതൊരു ചെറിയ കാര്യമായിട്ടല്ല, വലിയ കാര്യമായിട്ട് തന്നെയാണ് കേരള ജനത കണക്കാക്കുന്നത്. അല്ല, സാധ്യതയെക്കുറിച്ച് നമ്മളിപ്പോൾ എന്താ അറിയോ, നാളെ വരാൻ പോകുന്ന ഒരു അലയൻസിനനുസരിച്ച് നമ്മളെ രാഷ്ട്രീയം ചാഞ്ഞും ചെരിഞ്ഞും പറയാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയം അതിശക്തമായിട്ട് പറയുക തന്നെയാണ്. ഇനി ഞങ്ങൾ ഇടപെടാൻ പോകുന്നത് ഇവിടുത്തെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട് സർഫാസി നിയമത്തിന്റെ ദുരുപയോഗം, മനുഷ്യരെ കൊള്ളയടിക്കുകയാണ് ഇവിടുത്തെ സഹകരണ ബാങ്കുകളും നാഷണലൈസ്ഡ് ബാങ്കുകളും. ലക്ഷക്കണക്കിന് ആളുകൾ ആത്മഹത്യയുടെ പിന്നിലാണ്. ആ ഒരു സാഹചര്യം കേരളത്തിലെ ജനങ്ങളെ കൂട്ടി ഞങ്ങൾ എതിർക്കപ്പെടും. മലയോര മേഖലയിലെ വന്യമൃഗശല്യം, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിനെ ഞങ്ങൾ ജനങ്ങളെ കൂട്ടി നേരിട്ടുകൊണ്ട് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഇടപെടലുണ്ടാക്കും. ലക്ഷക്കണക്കിന് യുവാക്കൾ ഒരു തൊഴിലുമില്ലാതെ, ഒരു തൊഴിലും ഈ സർക്കാരിന് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്. തൊഴിലില്ലായ്മ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമാണ്. അത് ഏറ്റെടുക്കുന്നുണ്ട് ഞങ്ങൾ. ജാതി സംവരണം ഞങ്ങളുടെ നയരേഖയിൽ തന്നെ പറഞ്ഞതാണ്. ജാതി സംവരണം അട്ടിമറിച്ചാണ് ഇവിടെ എല്ലാ ഗവൺമെന്റുകളും മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നെക്സസ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ എല്ലാ മുന്നണി നേതൃത്വവും ഒരുമിച്ച് നിന്ന് ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയം ഇന്ന് കേരളത്തിലുണ്ട്. ആ രാഷ്ട്രീയം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വലിയ പിൻബലം കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആരുമായും സഖ്യത്തിനിപ്പില്ല. ഏത് ഇല്ലല്ല, ആർക്കും ഇപ്പൊ അത്ര വലിയൊരു ഇഷ്ടമല്ലല്ലോ ഇപ്പൊ നമ്മളെ സാന്നിധ്യം. അങ്ങനെ പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് ചില ആളുകളൊക്കെ വിളിച്ചു, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. അത് പേഴ്സണലായിട്ടുള്ള നമുക്കുള്ള അഭിനന്ദനങ്ങളാണ്, പൊളിറ്റിക്കലല്ല. എന്തായാലും CPM തിരുത്തിയില്ലെങ്കിൽ, ഈ ജനവിരുദ്ധ നയങ്ങളും ഈ പറയുന്ന ഫാസിസ്റ്റ് നയങ്ങളിൽ നിന്നും CPM പിന്മാറിയിട്ടില്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ പറയുന്നത് ഒരു ബലികാറ മലയായി 2026 മാറും.
എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ റിസൾട്ടുകളും സൂചിപ്പിക്കുന്നത്. അല്ല, അത് എന്താ വെച്ചാൽ ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ UDF ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു 1.5 ലക്ഷം വോട്ടും കൂടി ഇവിടെ ചെയ്യിക്കാൻ സാധിക്കുമായിരുന്നു. അതും കൂടി ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായി ആ വോട്ട് മുഴുവനും ഈ പറയുന്ന പ്രിയങ്കയ്ക്ക് വരേണ്ട വോട്ടുകളാണ്. അപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിച്ച ഒരു പാർലമെന്റ് മെമ്പറായി ഈ പറയുന്ന കുടുംബത്തിന്, നെഹ്റു കുടുംബത്തിന് രാജ്യത്തിൻ്റെ പാർലമെന്റിലേക്ക് കടന്നു വരുമ്പം അത് വലിയൊരു നെറ്റിപ്പട്ടമായി രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അതിന് ആ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്താൻ UDF നേതൃത്വത്തിന് പൂർണ്ണമായും കഴിഞ്ഞില്ല എന്നത് സങ്കടകരമാണ്. അതാണ് അതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. എനിക്കൊരിക്കലും ആ ഫീലില്ല. അതായത് അവിടെ നമ്മൾ രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥി അവിടെ അൺഫിറ്റായിരുന്നു, ഒരു തർക്കമില്ല. കാരണം ആളുകളത് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെക്കാളും ഒരു മേന്മയുണ്ടായിരുന്ന സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വോട്ട് വരുമായിരുന്നു. പിന്നെ CPM ജയിച്ചു എന്ന് എങ്ങനെ പറയാം? ടെക്നിക്കലി പറയാം. 39,600 വോട്ടിൽ നിന്ന് 12,000 ചില്ലാനം വോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എത്ര വോട്ടാണ് കുറവ് വരുന്നത്? 27,000 ചില്ലാനം വോട്ട് അവിടെ മൈനസാണ് CPM-ന്, LDF-ന്. അത് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയമല്ലേ? അതുപോലെ തന്നെ സരിനെ എന്തെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചോ? സരിൻ്റെ സ്ഥാനാർത്ഥിത്വം അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ്. കാരണം അത് CPM-ന് തിരിച്ചടിയാകും. ചിഹ്നം കൊടുക്കാത്ത മത്സരം പാർട്ടി സഖാക്കളുടെ ഇടയിൽ ആവേശം കുറക്കും, അല്ലെങ്കിലേ തോറ്റ് നിൽക്കുക. അതുതന്നെയല്ലേ അവിടെയും സംഭവിച്ചത്. എന്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്? ഇത്ര വലിയ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ട് വലിയ പത്രങ്ങളിലൊക്കെ എന്താ പറയുക, ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്ത് പരസ്യം കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു? എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചോ? അപ്പം അതിൽ നിന്നൊക്കെ CPM ഇനിയും ഒരുപാട് പാഠങ്ങൾ പഠിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അങ്ങനെയാണല്ലോ മനസ്സിലാക്കുന്നത്. അത് വളരെ എന്താ പറയുക, ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ഫോക്കസ്ഡ് ആയിട്ട് ആൾറെഡി സമൂഹത്തിൽ ചർച്ചയിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പത്രക്കാരെ സംബന്ധിച്ച് ഏത് പരസ്യം കിട്ടിയാലും കൊടുക്കും. ഇപ്പം ഞാൻ പൊന്നാനി മത്സരിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ സുപ്രഭാതത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പരസ്യം കൊടുത്തിരുന്നു. അതന്ന് വലിയ വിഷയമാക്കിയിരുന്നു ഇതേപോലെ തന്നെ. പക്ഷെ അന്നും പത്രം എടുത്ത നിലപാടെന്താണ്? പത്രം എന്ന് പറഞ്ഞാൽ വേറെയാണ്. അവർക്ക് ഈ പരസ്യം കിട്ടിയിട്ടേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. സുപ്രഭാതത്തിനെ സംബന്ധിച്ചും സിറാജിനെ സംബന്ധിച്ചൊക്കെ വളരെ അപൂർവമായി കിട്ടുന്ന വലിയ പരസ്യങ്ങൾ അവർ സ്വീകരിച്ചേ പറ്റൂ ആ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് പത്രക്കാരെ അല്ല അതിന് കുറ്റം പറയണ്ട്, അതിനാണല്ലോ അവരിയ്ക്കുന്നത്. പക്ഷേ ആ കൊടുത്ത രീതിയെ നേരെ നെഗറ്റീവായിട്ട് എടുത്തു. അതാണ് ഞാൻ പറയുന്നത്. പൊളിറ്റിക്സ് അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായി രാഷ്ട്രീയം അനലൈസ് ചെയ്യാനുള്ള ശേഷിയുള്ളവർ ഇന്ന് CPM ലീഡർഷിപ്പിൽ പാടെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് സരിൻ അവിടെ സ്ഥാനാർത്ഥിയായി ചിഹ്നമില്ലാതെ മത്സരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഈ ചേലക്കരയിൽ ഈ വലിയ തോൽവി സംഭവിച്ചത്. അതുകൊണ്ടാണ് 1.5 ലക്ഷം വോട്ടിലേക്ക് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വയനാട്ടിൽ നിന്ന് എന്താ പറയുക ആ അവസ്ഥയിലേക്കായത്. അപ്പം മുഖ്യമന്ത്രിയിലും മരുമകനിലും ഒരുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയം, അവർ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയം, അവർ ഉയർത്തി വെക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം കേരളം തിരസ്കരിച്ചു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഈ 3 സ്ഥലത്തെയും തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അല്ല, അത് പറയുന്നവർക്ക് പറയാം. അതിന്റെ വസ്തുതയാണല്ലോ ഞാൻ പറഞ്ഞത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഇന്ന് CPM-ഉം കോൺഗ്രസും BJP-യും കഴിഞ്ഞാൽ ഈ 3900 വോട്ട് 140 മണ്ഡലത്തിൽ പിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 50% പിടിക്കാൻ പറ്റുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ ഉള്ളത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ബലം നൽകുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ്. അതാണ് അതിന്റെ പൊളിറ്റിക്കൽ അനലൈസേഷൻ. അത് കൃത്യമായി പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്നവർക്ക് അത് കാണാനും കഴിയും. ഏറ്റവും ചുരുങ്ങിയ 5000 വോട്ട് ഞങ്ങളുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത്. ഇപ്പൊ ഒന്നും വേണ്ട, നിങ്ങൾ ചേലക്കരയിൽ 3900 വോട്ടുണ്ടല്ലോ ഈ പാറപ്പുറത്ത്. ഞാൻ പറഞ്ഞ എനിക്ക് ഈ നാട് പോലെ വ്യക്തിപരമായി ബന്ധമുള്ള 13 വർഷം ഞാൻ ആ ടൗണിലാണ് ജീവിച്ചത്.
ആ നാടുമായി ബന്ധപ്പെട്ട ഒരുവിധം ആളുകളെ മുഴുവൻ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന അവിടുത്തെ സാമുദായിക സംഘടനകൾ, സാമൂഹിക സംഘടനകൾ, ഇവരൊക്കെ ഞങ്ങളന്ന് പിന്തിരിയുമ്പോൾ ഞങ്ങളോട് എന്താ പറയുക, അതിൽ എതിർത്തവരുണ്ട്. അവരെയൊക്കെ പിന്നീട് ഞങ്ങൾ പോയി കണ്ട് കൺവിൻസ് ചെയ്യിച്ചിട്ടാണ് അവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് UDF വേണ്ടിയിട്ട് അവസാനം വർക്ക് ചെയ്യുന്നതും വോട്ട് ചെയ്യുന്നത്. പാലക്കാട്ടെ വലിയ വിജയം പ്രതിപക്ഷ നേതാവിന്റെ ലീഡർഷിപ്പിന്റെ പ്രതിഫലനമാണെന്ന് ചർച്ചകളും വരുന്നുണ്ട്. അങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്. അല്ല, അത് UDF ഒരു വിജയമാണല്ലോ. ഒരു വ്യക്തിയുടെ വിജയം. LDF വിജയം LDF ആണ്, UDF വിജയം UDF ആണ്. ഇപ്പൊ DMK വിജയം എന്റെ വിജയം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മളെല്ലാവരും കൂടെ പ്രവർത്തിച്ചിട്ടുള്ള വിജയമല്ലേ, അത്രേ അതിനെ കാണേണ്ടതുള്ളൂ. CPM സമാനമായ ഒരു വിമർശനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി SDPI സഹായത്തിലാണ് അവിടെ UDF വിജയിച്ചിട്ടുള്ളത്. അല്ല, അതിപ്പോ ഞാനിത് തുടങ്ങിയെന്ന് മുതൽ പറയുന്നല്ലേ, ഇവരിത് പറഞ്ഞ് എന്താ പറയാ, ഈ പോയി അവസാനം ഈ പൊട്ടക്കിണറിലേക്ക് ഇങ്ങനെ താഴ്ന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയുള്ള പാർട്ടി അപ്പോഴും ഇങ്ങനെ വിളിച്ചു പറയാം ഇതിങ്ങനെ SDPI BJP, SDPI ജമാഅത്ത് ഇസ്ലാമി എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്തിടത്തോളം കാലം പൊട്ടക്കിണറിൽ നിന്ന് പൊട്ടക്കിണറിലേക്ക് തന്നെയാണ് ഇത് താഴ്ന്നു പോകുന്നത്. പരിപൂർണമായ LDF പരാജയമാണ് ഈ 3 തെരഞ്ഞെടുപ്പും. ടെക്നിക്കലി പ്രദീപ് ജയിച്ചിട്ടുണ്ടാവും, അത് അദ്ദേഹം നാട്ടുകാരനും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനം ആ വോട്ടിലുണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് CPM തകർന്നടിഞ്ഞിരിക്കുന്നു ഈ 3 മണ്ഡലങ്ങളിലും. അതാണ് യഥാർത്ഥ വസ്തുത. അത് അവർ മനസ്സിലാക്കിയാൽ നന്നാവും. നേരത്തെ CPM ഈ ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമായി നടത്തിയ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ഇപ്പോൾ ഇലക്ഷനിൽ ഭൂരിപക്ഷ വോട്ട് ലക്ഷ്യമിട്ടുള്ള വിമർശനമാണ്, അല്ലെങ്കിൽ താങ്ങുന്ന വിമർശനമൊക്കെ ഉയർന്നിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് സൂചിപ്പിക്കുന്നത് രണ്ടും ഇല്ല എന്നുള്ളതാണ്. അതല്ല എന്ന് മനസ്സിലാക്കി. അല്ലല്ല, CPM പോക്ക് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് ഇനി കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന ഒരു തെറ്റായ തിരിച്ചറിവാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. അന്ന് തുടങ്ങിയതാണ് പിണറായി ഈ എന്താ പറയുക ആന്റി മുസ്ലിം സ്റ്റേറ്റ്മെന്റ്. മലപ്പുറം ജില്ലയെക്കുറിച്ച്, ഇവിടുത്തെ എന്താ പറയുക ക്രിമിനലിസത്തെക്കുറിച്ച്, നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക. ഹിന്ദു പത്രത്തിന് ഇത് കൊടുക്കുന്നത്, പിന്നെ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് എന്ന് പറയുന്നത്, SDPI ജമാഅത്ത് ഇസ്ലാമിയെയും കടുത്ത രീതിയിൽ വിമർശിക്കുന്നത്, പറഞ്ഞ് പാണക്കാട് തങ്ങൾ പോലും വർഗീയവാദിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ വന്ന് പിണറായി പറഞ്ഞു നിർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്ന് പരിപൂർണമായിട്ടും അകന്ന് ഇനി BJPയുമായിട്ടുള്ള ഒരു അന്തർധാരയുടെ അല്ലാതെ CPM കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ഒരു കൃത്യമായ തിരിച്ചറിവിലാണ് അവർ നിൽക്കുന്നത്. അങ്ങോട്ടേക്കാണ് CPM ഇപ്പോൾ എന്താ പറയുക പിണറായി നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ് ഹിന്ദുത്വതയിലേക്ക് CPM ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ 24 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ കടന്നിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലങ്ങളുടെ ഏറ്റവും അവസാനമാണ് തങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അത് വളരെ കൃത്യമല്ലേ? രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. പ്രിയങ്ക ഗാന്ധിയോടുള്ള എന്താ പറയുക അവിടെ വ്യക്തിപ്രഭാവം തന്നെയാണ് അതിന്റെ നമ്പർ 1 സംഗതി. അവരോട് കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു ഇഷ്ടം, അതിൽ CPM വോട്ട് വരുന്നുണ്ട്. കാരണം ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാണ്, ഈ തെരഞ്ഞെടുപ്പ് ചർച്ച നടക്കുമ്പോൾ വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആ കഴിഞ്ഞ നിയമസഭയുടെ മുന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഈ ചർച്ച വന്നപ്പോൾ ഞാൻ അന്ന് CPMലെ LDF യോഗത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ ഭാര്യ പോലും വോട്ട് ചെയ്യില്ലട്ടോ എന്ന് പറഞ്ഞു. പ്രിയങ്ക അവിടെ മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ അന്ന് പറഞ്ഞു, ഞാനന്ന് സ്ട്രോങ് ആയിട്ട് CPMന്റെ കൂടെ നിൽക്കല്ലേ, പ്രിയങ്ക മത്സരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വോട്ട് പ്രിയങ്കക്കാണെന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു എന്ന് ഞാൻ LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്ന് പറഞ്ഞതാണ്. അപ്പം ആ ഒരു ഇഷ്ടം ഇവിടെ മൊത്തത്തിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പറയുന്ന ആന്റി പിണറായിസും അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ CPIയോടുള്ള പൊതുവിലുള്ളൊരു മടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനുണ്ടല്ലോ സജീവമായിട്ട് ആനി രാജയുടെ കൂടെ. ഇവിടെ നിന്നുള്ള പണം മുഴുവൻ അവർ പിരിച്ചുപോയി. ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ അധീനതയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് ഒക്കെ റവന്യൂ മന്ത്രി രാജനടക്കം ഇവിടെ വന്ന് 2 ദിവസം ക്യാമ്പ് ചെയ്ത് എല്ലാ പണവും പിരിച്ചുപോയി. ഒരൊറ്റ പൈസ LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഒരു പൈസ അവർ മുടക്കില്ല. അവസാനം
തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് ബൂത്തിലേക്ക് എന്ന് പറഞ്ഞ് 3000 രൂപയാണ് CPI കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത്. പ്രവർത്തകർക്ക് വർക്ക് ചെയ്യാനില്ല, അവർക്ക് ഭക്ഷണത്തിന് കൊടുക്കാനില്ല, അവരുടെ വാഹനത്തിന് പൈസ ഇല്ല, ബൂത്ത് കെട്ടാൻ പൈസ ഇല്ല. എന്നിട്ടും ഈ പറയുന്ന ഇടതുപക്ഷ CPM തന്നെയാണ് അന്ന് പരമാവധി അതെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് അന്ന് ചെയ്തത്. അപ്പം അതൊരു വലിയ പ്രയാസം LDF അന്ന് ഉണ്ടാക്കിയിരുന്നു. ഞാനടക്കം അത് വിമർശിച്ചതാണ്. അപ്പോൾ ഈ പ്രാവശ്യവും അതേ അവസ്ഥയാണ്. അതുകൊണ്ട് CPM നേതൃത്വത്തിലെ സജീവ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടില്ല, നമ്മളത് കണ്ടതാണ്. ആ ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടിയുള്ള തിരിച്ചടിയാണ് സത്യത്തിൽ വയനാട്ടിലെ ഇത്ര വലിയ വോട്ടിലേക്ക് പെർസെൻറ്റേജ് ഓഫ് വോട്ട് കുറഞ്ഞിട്ടും ഭൂരിപക്ഷം കാരണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒന്ന് UDF ഒന്നും കൂടി അമർത്തി പിടിച്ചിരുന്നെങ്കിൽ ഒരു 6 ലക്ഷത്തിൻ്റെ മേലേക്ക് ഭൂരിപക്ഷം കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ വലിയ സ്വാധീനം വ്യക്തിപരമായിട്ടാണ് നടത്തിയെന്ന് അഭിപ്രായമില്ല. അദ്ദേഹത്തിന് അങ്ങനെ വ്യക്തിപരമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ഥലവും അല്ല പാലക്കാട്, അക്കോർഡിംഗ് ടു മീ. അതൊക്കെ അന്വേഷിച്ചാണ്. പക്ഷേ ഒരു ഇമ്പാക്റ്റിൻ്റെ ഭാഗമായി ഒരു BJPയുടെ എന്താ പറയുക, കേരളത്തിലെ ജനങ്ങൾക്ക് ഏത് സമയം TV കാണുന്ന ഒരു മുഖം ഇപ്പുറത്തേക്ക് വന്നു, BJPയിൽ നിന്നൊരാൾ വന്നു എന്ന ഒരു പ്ലസ് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനും UDFനും ഉണ്ടായിട്ടുണ്ട്. അല്ല, വോട്ടിൽ അതൊന്നും പ്രതിഫലിച്ചിട്ടില്ല. ഇല്ല, അതിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. നമ്മളിപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് പോകുന്നത്. സാമുദായിക കക്ഷികളുമായിട്ടൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അപ്പം നമ്മൾ ആലോചിച്ചിട്ട് എന്താ വേണ്ടി ചെയ്യും. അല്ല, അതൊക്കെ നമുക്ക് ആ സമയത്ത് ആലോചിക്കാം. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകൃതമായി അതിൻ്റെ ഒരു സെൽഫ് എക്സിസ്റ്റൻസ് ഉറപ്പുവരുത്തി അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിലേക്ക് ഒരു ഇലക്ഷൻ മൂവ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ആവശ്യമായി വരുന്നതാണ്. അത്തരം ആളുകളെയൊക്കെ കാണാനും സംസാരിക്കാനും ഉള്ള ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളൊക്കെ ഉള്ളതാണല്ലോ. ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. അത്രേ ഉള്ളൂ. ചേലക്കരയിൽ പ്രചാരണത്തിന് വാഹനങ്ങൾ നമ്മുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആളുകൾ തന്നെ.